അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമൊരുക്കാൻ കേരളത്തിന് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷന്റെ കൈത്താങ്ങ്. കുറഞ്ഞ തുകയ്ക്ക് വൈദ്യുതി ലഭ്യമാക്കാൻ KSEBയുമായി കരാർ ഒപ്പിടാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സ്ഥാപനം. 25 വർഷത്തേക്കാണ് സേക്കി KSEB കരാർ. വിവരങ്ങളുമായി ശ്യാമപ്രസാദാണ് ചേരുന്നത്. ശ്യാമ, കേരളത്തിൽ വലിയ വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നിലവിൽ പവർ കട്ടിലേക്ക് വരെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആശ്വാസകരമാണ്? KSEBയെ സംബന്ധിച്ച് ഇത് എത്രത്തോളം വലിയ കൈത്താങ്ങാണ് ഈ കേന്ദ്ര സംവിധാനത്തിന്റെ കടന്നുവരവ്? ഗൗതം, സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം അനിയന്ത്രിതമായി തന്നെ കുതിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പല ഘട്ടങ്ങളിലുമെല്ലാം തന്നെ 200-400 മെഗാവാട്ടിന് മുകളിലേക്ക് പീക്ക് ടൈമുകളിൽ അടക്കം ഇത്തരത്തിൽ വൈദ്യുതി ഉപഭോഗം കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. നമുക്കറിയാം, സംസ്ഥാനത്തെ ഇപ്പോൾ അനിയന്ത്രിതമായ ലോഡ് ഷെഡിംഗ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഒരു കൈത്താങ്ങുമായി നിലവിൽ KSEBയ്ക്ക് എത്തിയിരിക്കുന്നത്. അതായത് കുറഞ്ഞ വൈദ്യുതി നിരക്കിൽ ഇത്തരത്തിൽ വൈദ്യുതി നൽകാമെന്ന് തന്നെയാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. KSEBയാണ് സെഗിയെ സമീപിക്കുകയും ഇത്തരത്തിലൊരു ആവശ്യവുമായി മുന്നോട്ട് വരികയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സോളാർ എനർജി കോർപ്പറേഷൻ 2.95 രൂപ നിരക്കിൽ കുറഞ്ഞ നിരക്ക്, അതായത് KSEBയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും KSEBയെ സംബന്ധിച്ചിടത്തോളം സോളാർ എനർജി കോർപ്പറേഷൻ്റെ ഈ ഇടപെടൽ വലിയൊരു ആശ്വാസം തന്നെയാണ്. പ്രധാനമായും മറ്റ് ഹ്രസ്വകാല കരാറുകളെല്ലാം നിർത്തിയ സാഹചര്യത്തിൽ KSEB സെഗിയെ സമീപിക്കുമ്പോൾ സെഗിയിൽ നിന്ന് അനുഭാവപൂർവമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നതും വലിയ ആശ്വാസം തന്നെയാണ്. എന്തായാലും KSEB വൈദ്യുതി വാങ്ങാനായിട്ട് റെഗുലേറ്ററി അതോറിറ്റി കമ്മീഷനും ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഒരു 25 വർഷത്തേക്കാണ് ഈ കരാർ എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു കാര്യം. ഒപ്പം തന്നെ ഇതിൽ പറയുന്നൊരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ തക്ക സമയത്ത് ഉചിതമായ ഒരു സമയത്ത് ഇക്കാര്യത്തിൽ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ 1.95 രൂപ നിരക്കിൽ ഒരു ഇരട്ടി തുക അല്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ ഒരു കരാറിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും കുറഞ്ഞ വിലയ്ക്ക് ഈ പുനരുപയോഗ വൈദ്യുതി കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ വൈദ്യുതി പ്രതിസന്ധിക്ക് ഏറെക്കുറെ ഒരു പരിഹാരം കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ KSEB മുന്നോട്ട് പോകുന്നത്. ഗൗതം.